Good morning, all. Good morning, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന പോർഷൻ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ ആണ് എല്ലാവർക്കും ഓറിയന്റേഷൻ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ക്ലാസ് ലാസ്റ്റ് തീരാണ്. ആയി. ഓക്കെ, അപ്പൊ നമ്മള് ഇനി മൂവ് ആവുന്നത് പ്ലേസ്മെന്റ് ആണ്. ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? പ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു എംപ്ലോയിക്ക് കറക്റ്റ് ആയിട്ടുള്ള ജോബ് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. റൈറ്റ് എംപ്ലോയിക്ക് റൈറ്റ് ജോബ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അപ്പൊ ന്യൂലി റിക്രൂട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന് കറക്റ്റ് പ്ലേസിൽ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ന്യൂ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഹയർ ചെയ്തിരിക്കുന്നത് ഒരു ജോബ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലേസ്മെന്റ് നമ്മൾ അതാണ് ചെയ്യുന്നത്. അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ പർട്ടിക്കുലർ ജോബ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? allocate ചെയ്ത് കൊടുക്കുന്നു. The employee should be placed on he or she has been hired. അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഹയർ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അവർ പ്ലേസ് ചെയ്യുന്നു. Allocating of job to allocating of people to job is known as placement. Allocating people to the job. ആ ജോബിലേക്ക് ആ വ്യക്തിനെ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. It is a process of assigning or reassigning employee to a new or different job. ഇതൊരു പ്രോസസ്സാണ്. എന്തോ ഒന്നില്ലെങ്കിൽ അസൈൻ ചെയ്യും അല്ലെങ്കിൽ വീണ്ടും അസൈൻ ചെയ്തു വേറെ എന്തെങ്കിലും ജോബിലേക്ക്. ഒന്നില്ലെങ്കിൽ ന്യൂ ജോബ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ജോബ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, thus placement is the procedure of placing right person to the right job. പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് മീൻ ചെയ്യുന്നത്? റൈറ്റ് പേഴ്സണെ, റൈറ്റ് വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ജോബിലേക്ക് അസൈൻ ചെയ്യുന്നു. And the aim of the placement is to place the hired candidates in the job for which they have the needed skills. നമ്മള് പ്ലേസ്മെന്റ് സമയത്ത് മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സിന് ആ നമ്മൾ അസൈൻ ചെയ്യുന്ന ജോബ് ചെയ്യാൻ അവർക്ക് എന്തുണ്ട്? എബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, according to Pickles and Myers, the placement is determination of the job to which the accepted candidate is to be assigned. നമ്മൾ എന്ത് ചെയ്തു? റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു. ഈസ് ടു ബി അസൈൻഡ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേസ്മെന്റിലാണ് അവർ അസൈൻ ചെയ്യുന്നത്. ഏത് ജോബാണ് അവർ ചെയ്യുന്നത്? ആൻഡ് ഹിസ് അസൈൻമെന്റ് ടു ദാറ്റ് ജോബ്. ഇന്ന ജോബ് ഇന്ന ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ ബുക്ക് കീപ്പിംഗ് ആണ്. ഫസ്റ്റ് ടൈം നമ്മളൊരു അക്കൗണ്ടന്റിനാ ജൂനിയർ അക്കൗണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ മേ ബി പെട്ടെന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഒന്നും ഏൽപ്പിക്കില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗ് ആയിരിക്കും. നമ്മൾ ആ ജോബ് നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ അസൈൻമെന്റിനെയാ, ഒരു പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാച്ചിങ് ഓഫ് what the supervisor has reason to think he can do with the job demand. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസർ എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. ആ വ്യക്തിക്ക് ആ ജോബ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. It is a matching of what he is imposed to strain working condition and he offer in form of payroll, companionship with others, promotional possibility, etc. അപ്പോ ഇതൊരു മാച്ചിങ് ആണ്.
നമ്മൾ അസൈൻ ചെയ്ത ജോബ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ വർക്കിംഗ് കണ്ടീഷനിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടുത്തെ റൂൾസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരോടൊപ്പം നല്ലൊരു കോപ്പറേഷനോട് കൂടി പോകുന്നുണ്ട്. പ്രമോഷണൽ പോസിബിലിറ്റി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് ആ വർക്ക് ചെയ്യുന്നു, ചെയ്യിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള പ്ലേസ്മെന്റിന്റെ ഡെഫിനേഷൻ ആണ്. അക്കോർഡിംഗ് ടു ഡെൽ യോഡൽ, the assignment of a particular job to newly appointed employee is placement. സിംപിളി ആണ്, ഒരു പർട്ടിക്കുലർ ജോബ് ന്യൂലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിട്ടാ, ഒന്ന് റീഡ് ചെയ്ത് നോക്കേ. നമുക്കിനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് നോക്കാം. അത് റീഡ് ചെയ്ത് കഴിഞ്ഞോ? പ്ലേസ്മെന്റ് റീഡ് ചെയ്തോ? ഓക്കെ, ഓക്കെ. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ്. അല്ല, ആദ്യം പറയുന്നത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ്. ഫസ്റ്റ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇതർത്ഥം മീൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജോലി പിന്നെ മനുഷ്യൻ എന്ന് വെച്ചാല് നമ്മുടെ ജോബിന് അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതേ ആ ഒരു എന്താ പറയാ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച് ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യണം, നിയമിക്കണം. ജോലി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നോക്കാം. The principle of job first, man next means a person should be placed in accordance with the job requirement. ആ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ജോബിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ജോബ് അക്കോർഡിംഗ് ടു നീഡ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ പേഴ്സൺ. എങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് യോഗ്യതയ്ക്കും അനുസൃതമായ ജോലിന് ചേഞ്ച് ചെയ്യല്ല വേണ്ടത്. ആ വ്യക്തിനെ നിയമിക്കുമ്പോൾ ആ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം നമ്മൾ ആ വ്യക്തിനെ നിയമിക്കാനായിട്ട്. എന്താണ് ജോബ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ആ വ്യക്തിനെ എന്ത് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ജോബിനെ പ്ലേസ് ചെയ്യേണ്ടത്. ജോബ് ഒരു അക്കൗണ്ടിനെയാണ് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷനും നീഡ്സും ഉള്ള ഒരു വ്യക്തിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അല്ലാതെ എന്താ പറയാ ഒരു എം ബി എക്കാർ നോക്കുക എന്ന് വെച്ചാൽ ആ ഒരു ജോബിനായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു പേഴ്സണെ നമ്മൾ ആ ജോബ് അസൈൻ ചെയ്യാൻ പാടില്ല. അടുത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻ. Employees should be placed on such a job
ഫോർ വിച്ച് ദേ ആർ ക്വാളിഫൈഡ്. നമ്മൾ ആ ജോബിന് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ജോബിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുള്ളൂ. നമുക്ക് ആ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവാൻ എന്ത് വേണം, ക്വാളിഫിക്കേഷൻ വേണം. They should not be placed in very high or very low job position. ഇങ്ങനെയുള്ളവരെ എന്ന് വെച്ചാൽ ഒത്തിരി ഹൈ പൊസിഷനിലും എന്ത് ചെയ്യില്ല, അപ്പോയിന്റ് ചെയ്യില്ല, ഒത്തിരി ലോ പൊസിഷനിലും അപ്പോയിന്റ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങളൊന്ന് നോർമലി ഒന്ന് ആലോചിച്ച് നോക്കി, ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ എന്താ പറയാ, ലോ ആയിട്ടുള്ള പൊസിഷൻസിൽ അവരെന്ത് ചെയ്യില്ല, അപ്പോയിന്റ് ചെയ്യില്ല. മേ ബി ട്രെയിനിങ്, മാനേജർ ട്രെയിനിങ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ട്രെയിനിങ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ആ ഒരു തസ്തികയായിരിക്കും സാധാരണയായിട്ട് ഡിഗ്രിക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ ഒത്തിരി ലോ അല്ല, എന്നാലും ഒത്തിരി ഹൈയും അല്ല, ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. ഓൾ അറേഞ്ച്മെന്റ്സ് വിച്ച് ആർ നീഡഡ് ഫോർ പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റിന് വേണ്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ആ ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ ഒരു വ്യക്തി നമ്മൾ ഓർഗനൈസേഷനിൽ വരുന്നതിന് മുമ്പ് പ്ലേസ്മെന്റിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിരിക്കണം. ഓൾ അറേഞ്ച്മെന്റ്സ് വിച്ച് ആർ നീഡഡ് ഫോർ പ്ലേസ്മെന്റ് ഷുഡ് ബി ഡൺ ബിഫോർ ദ ജോയിനിങ് ഡേറ്റ് ഓഫ് ദ ന്യൂലി ഹയർഡ് എംപ്ലോയി. അപ്പൊ ന്യൂലി ഹയർഡ് എംപ്ലോയി ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, ക്യാബിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. ദ എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് വർക്കിംഗ് കണ്ടീഷൻ എക്സിസ്റ്റിംഗ് ഇൻ ദ കമ്പനി. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയിലെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഹി ഷുഡ് ഓൾസോ ബി പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പണിഷ്മെന്റ് ഇഫ് ഹി കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. അതേപോലെ തന്നെ ഇനി പണിഷ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അവർ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പണിഷ്മെന്റ് കിട്ടും എന്നതിനെ കുറിച്ചും കൂടി ഒരു വ്യക്തമായ ധാരണ ആർക്ക് ഉള്ളത് നല്ലതാണ്, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ലതാണ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. സത്യസന്ധത പിന്നെ ഐക്യം. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലോയൽറ്റി പ്ലസ് എംപ്ലോയീസിന്റെ കോപ്പറേഷൻ ആണ്. An employee should be made to feel a sense of commitment and cooperation is his new job so that he can understand his responsibilities better towards the job and the organization. അദ്ദേഹത്തിന് നല്ലൊരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനോട്, സ്ഥാപനത്തിനോട് കമ്മിറ്റ്മെന്റ് തോന്നാണ്, നല്ല കോപ്പറേഷനോട് കൂടിയാണ് മറ്റ് വ്യക്തികളായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ എപ്പോഴും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിനോട് നല്ല ലോയൽ ആയിരിക്കണം, നല്ല കോപ്പറേറ്റീവ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ മോശമായിട്ട് വരുന്ന രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ ആണ്. അറ്റ് ഫസ്റ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി ടെമ്പററി. ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും. ആസ് ദ വേരിയേഷൻ മേ ഒക്കേഴ്സ് ആഫ്റ്റർ ട്രെയിനിങ് ഈസ് കംപ്ലീറ്റ്. പിന്നീടാണ് നമ്മുടെ ജോബ് പൊസിഷനിൽ എന്ത് വരുന്നത്, വേരിയേഷൻ സംഭവിക്കുന്നത്. മേ ബി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, ചിലപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യണേ, അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിലേക്കായിരിക്കും, അങ്ങനെ വരും. ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു അനദർ ജോബ് മേ ഒക്കേഴ്സ് where he can perform as expected. എപ്പോഴാണ് ആ വ്യക്തിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്, ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്, ട്രെയിനിങ് കൊടുക്കുകയാണ്, ആ വ്യക്തിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ എപ്പോഴായിരിക്കും, ആ വ്യക്തി നമ്മൾ പറഞ്ഞ പെർഫോമൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് അറ്റൈൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ്മെന്റിന് ഒരു 6 തത്വങ്ങളുണ്ട്. ഫസ്റ്റ് ജോബ് ഫസ്റ്റ്, പിന്നെ മാനേജ്. നമ്മൾ ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് വേണം വ്യക്തിയെ സെലക്ട് ചെയ്യാൻ. ക്വാളിഫിക്കേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. ന്യൂലി അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ജോയിൻ ഡേറ്റിന് മുമ്പ് അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പേപ്പർ വർക്ക്സ്, അറേഞ്ച്മെന്റ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം.
പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ എക്സിസ്റ്റിംഗ് വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് ആർക്ക് നോളജ് വേണം? ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് നോളജ് വേണം. ആൻഡ് ഇനി എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്കോ എറേഴ്സോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന പണിഷ്മെന്റ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടും കൂടി എന്ത് വേണം? നോളജ് ആർക്ക് വേണം? എംപ്ലോയീസിന് വേണം. പ്രിൻസിപ്പിൾസ് ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ, നമ്മൾ ഓർഗനൈസേഷനോട് നല്ല ലോയൽ ആയിരിക്കണം, അവിടുത്തെ മറ്റ് എംപ്ലോയീസിനോട് നല്ല കോപ്പറേഷനോട് കൂടി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വർക്ക് ചെയ്യാൻ. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ, പ്ലേസ്മെന്റ് ക്യാൻ ബി ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ടെമ്പററി ആയിരിക്കും. നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് അറ്റൈൻ ചെയ്യുന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റിൽ വരുന്നത്. ഒന്ന് റീഡ് ചെയ്യാലോ? വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ഓക്കെ ട്ടോ. ഇനി നമ്മൾ നോക്കുന്നത്, എല്ലാവരും റീഡ് ചെയ്തല്ലോ? സിമ്പിൾ ആണ്, പ്ലേസ്മെന്റ് ഭയങ്കര എളുപ്പമാണ്. ഇനി പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് ട്ടോ. 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. നമ്മളൊരു എഫക്റ്റീവ് ആയിട്ട് പ്ലേസ്മെന്റ് ഹെൽപ്പ് ചെയ്യാനായിട്ട് 4 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷൻ ആണ്. എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷൻ, സ്കിൽസും എബിലിറ്റീസ് ഒക്കെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് വെരിഫൈ ചെയ്യണം. എന്നാലാണ് അദ്ദേഹം ഏത് ജോബിനാണ് ആപ്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ ഇവാലുവേഷൻ ആണ്. ആ ഒരു എംപ്ലോയിയുടെ ഈ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും, അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ ഏത് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കും അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കും. തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അലോക്കേറ്റിംഗ് ദ ജോബാണ്. ആ ഒരു ജോബ് നമ്മൾ എന്ത് ചെയ്യും? ആ സ്യൂട്ടബിൾ ബെസ്റ്റ് ജോബ് അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ കൺട്രോൾ ആണ്. അടുത്ത സ്റ്റെപ്പാണ്, ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. ഈ സ്റ്റെപ്പില് അദ്ദേഹത്തിന്റെ എന്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസും അതേപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ്, ആക്ച്വൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആക്ച്വൽ ആയിട്ട് പെർഫോം ചെയ്ത്, അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇനി മിസ്റ്റേക്കോ വേരിയേഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. There are 4 steps in procedure of employee placement which are as follows. First step 1, data collection. In the employee's placement procedure, the first steps is to collect data about the employee for the purpose of identifying the qualification, skill and abilities of the present employee. First step എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ പ്ലേസ്മെന്റിന്റെ ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്ത്? ഡാറ്റ കളക്ഷൻ. നമ്മൾ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, സ്കിൽസും എബിലിറ്റീസ് ഓഫ് ദ എംപ്ലോയീസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും.
കളക്ട് ചെയ്യും. ഇവാലുവേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കളക്ടിംഗ് ദ എംപ്ലോയീസ് ഡാറ്റ, എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്തു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ കേപ്പബിലിറ്റി ഓഫ് ദ എംപ്ലോയി. ആ എംപ്ലോയിയുടെ കപ്പാസിറ്റി എത്രയാണ്, കേപ്പബിലിറ്റി എത്രയാണ്, കഴിവ് എന്താണ്, അതിലും ഏത് ജോബിലായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കേപ്പബിൾ എന്ന് നോക്കും. കേപ്പബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി ഇൻ ഓർഡർ ടു അനലൈസ് ദ ജോബ് ദാറ്റ് ബെസ്റ്റ് സ്യൂട്ട് ദ എംപ്ലോയി. ഏത് ജോബ് ആയിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ഇവാലുവേഷൻ വരുന്നത്. തേർഡ് സ്റ്റെപ്പ്, അലോക്കേഷൻ ആൻഡ് പ്ലേസ്. ഇൻ ദിസ് സ്റ്റെപ്പ് the company placed the employee on the job which is best suited for him. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ജോബ് നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും, അസൈൻ ചെയ്ത് കൊടുക്കും. ലൊക്കേഷനും പ്ലേസ്മെന്റും കഴിയും. ദെൻ അവർ ആ ജോബ് ചെയ്തു തുടങ്ങി. ഫൈനൽ സ്റ്റെപ്സ് ആണ് കൺട്രോൾ. ദ ഫൈനൽ സ്റ്റെപ്സ് ഇൻ ദിസ് പ്രൊസീജിയർ ഇസ് കൺട്രോൾ. നമ്മുടെ ഫൈനൽ സ്റ്റെപ്സ് കൺട്രോൾ ആണ്. ഈ സ്റ്റെപ്പ് ഡീൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ മെഷർ ചെയ്യാണ്. ആ എംപ്ലോയിയുടെ ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന കപ്പാസിറ്റിയിൽ അവർ പെർഫോം ചെയ്യുന്നു. ആ രണ്ടും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്തെങ്കിലും വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. നെസസറി സ്റ്റെപ്സ് എടുക്കും. These steps involve measuring and observing the employee's performance. ഈ സ്റ്റെപ്പില് എന്താ വരുന്നത്, മെഷറിംഗ് ആൻഡ് ഒബ്സർവിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. എംപ്ലോയിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഇൻ ദാറ്റ് എ പർട്ടിക്കുലർ ജോബ്, ആ ഒരു ജോബിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്യും. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്സ്. അപ്പൊ പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്സുകളാണ് വരുന്നത്. ഡാറ്റ കളക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ഡാറ്റ, അലോക്കേറ്റിംഗ് ആൻഡ് പ്ലേസിംഗ് ദ റൈറ്റ് എംപ്ലോയി ടു റൈറ്റ് ജോബ്, കൺട്രോൾ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് റീഡ് ചെയ്തോ? ഇനി വരുന്നത് ബെനഫിറ്റ്സ് ആണ് കേട്ടോ. നമ്മള് പ്ലേസ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 5 ബെനിഫിറ്റ്സ് നമുക്കുണ്ട്.
റൈസ് ദ എംപ്ലോയീസ് മോറൽ. എംപ്ലോയീസിന്റെ സത്യസന്ധത, മോറൽ, കമ്മിറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്കാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. കറക്റ്റ് പ്ലേസ്മെന്റ് ഹെൽപ്സ് ദ എംപ്ലോയി അഡാപ്റ്റ് മോർ ഈസി to the job and help him to achieve a standard performance. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ എംപ്ലോയിനെ എന്ത് ചെയ്യാണ്, കറക്റ്റ് ജോബിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ കുറച്ചും കൂടി ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഹെൽപ്സ് റൈസ് ദ മോറൽ ഓഫ് ദ എംപ്ലോയി. ആ ഓർഗനൈസേഷനോടുള്ള ആ ഒരു എംപ്ലോയിയുടെ മോറൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻവോൾവ്മെന്റ്, ആ ഒരു ജോബ് അധികം നല്ല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലക്കി ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞാല് പാഷൻ തന്നെ പ്രൊഫഷൻ ആയിട്ട് കിട്ടൂലേ. ചില വ്യക്തികൾക്ക് അങ്ങനെ ഉണ്ടാവും. അവർ ചെയ്യുന്ന അവരുടെ പാഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും അവരുടെ പ്രൊഫഷൻ. അപ്പൊ അങ്ങനെ വരുന്ന വ്യക്തികൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ആ വർക്ക് 100% നമ്മുടെ എഫേർട്ട് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് റൈസ് എംപ്ലോയീസ് മോറലിൽ ഉദ്ദേശിക്കുന്നത്. കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ്. നമ്മുടെ എംപ്ലോയീസിനെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ കാരണമാകും. കറക്റ്റ് പ്ലേസിലേക്ക്, നമ്മൾ ഉദ്ദേശിച്ച അതേ പ്ലേസിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആണ്. ഓക്കെ, എനിക്ക് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണോ, സോ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. Employees are motivated if they are properly placed by matching their skill and job requirements. എംപ്ലോയീസ് എപ്പോഴാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, പ്രോപ്പർലി പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ സ്കിൽസും ജോബും അനുസരിച്ച് നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇഫ് ദേ ആർ മോട്ടിവേറ്റഡ് ദേ പ്രൊഡ്യൂസ് ബെറ്റർ ഔട്ട്പുട്ട്. ഒരു എംപ്ലോയി നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, നല്ല രീതിയിൽ ബെറ്റർ ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നല്ല രീതിയിൽ കറക്റ്റ് ജോബാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആബ്സെന്റിസം കുറവായിരിക്കും, ലേബർ ടേൺ ഓവർ കുറവായിരിക്കും, അവിടെ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോവില്ല. അപ്പൊ ഞങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനമാണെന്ന് വിചാരിക്കും. ഞങ്ങളുടെ സ്ഥാപനത്തില് ഞങ്ങൾ ടീച്ചേഴ്സിന്റെ സെഷൻ ആലോചിച്ചാൽ മതി. അക്കാഡമിക് സെഷൻ, ടെക്നിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് ഇവിടെ. എന്നാലും നിങ്ങൾ അക്കാഡമിക് സെഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. ടീച്ചേഴ്സ് തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. നമ്മളിപ്പോ ആബ്സെന്റിസം കുറവായിരിക്കും. ഇപ്പൊ ബെറ്റർ ആയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും നമ്മൾ ഈ ഒരു ബോണ്ട് വിട്ടു പോവണ്ടേ എന്ന് വിചാരിച്ച് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എന്റെ പരിചയത്തിൽ തന്നെ. അപ്പോൾ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം, നമുക്ക് നല്ല രീതിയിൽ നമ്മൾ റൈറ്റ് ജോബാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന വർക്ക് 100% എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ മേ ബി നമ്മൾ ആ ഒരു സ്ഥാപനം വിട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. നോക്കാട്ടാ. If employees are properly placed in their job, then absenteeism and employee turnover is reduced. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ജോബിന് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആബ്സെന്റിസം കുറയ്ക്കാൻ പറ്റും, അതേപോലെ തന്നെ എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. This result effective utilization of machine, equipment, material. അപ്പോൾ ഇതിന് കാരണമാകുന്നു നമ്മുടെ ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. മെഷീൻ ആവട്ടെ, എക്യുപ്മെന്റ്സ് ആവട്ടെ, മെറ്റീരിയൽസ് ആവട്ടെ, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് എംപ്ലോയീസ് എഫിഷ്യൻസി. പ്രോപ്പർ പ്ലേസ്മെന്റ് എന്തിന് കാരണമാകുന്നു, എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൂട്ടാൻ കാരണമാകുന്നു. പ്രോപ്പർ പ്ലേസ്മെന്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് എംപ്ലോയീസ് എഫിഷ്യൻസി. എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൂട്ടും. As he is able to produce better result. അതുവഴി അദ്ദേഹത്തിന് നല്ലൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾസ് എഫേർട്ട്ലെസ്ലി. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ അധികം എഫേർട്സ് ഒന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫീൽസ് മോട്ടിവേറ്റഡ്, നമ്മൾ മോട്ടിവേറ്റഡ് ആണെന്ന് തോന്നും. ബിക്കം പഞ്ച്വൽ, കറക്റ്റ് പഞ്ച്വൽ ആയിരിക്കും. അവോയ്ഡ് കമ്മിറ്റിംഗ് എറേഴ്സ്, നമ്മൾ തെറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് എംപ്ലോയീസ് എഫിഷ്യൻസി. അപ്പോ
നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ജോബിൽ നമ്മൾ പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയീസ് എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി കൂട്ടാൻ പറ്റും, നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിരിക്കും, പങ്ക്ച്വൽ ആയിരിക്കും, നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന എറേഴ്സ് കുറവായിരിക്കും. കാരണം ഓൾറെഡി നമുക്ക് ആ ജോബിനെ കുറിച്ച് അറിയാം, റൈറ്റ് എംപ്ലോയിനെ ആണ് നമ്മൾ ആ റൈറ്റ് ജോബിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. സോ കമ്മിറ്റിംഗ് എറേഴ്സ് കുറവായിരിക്കും. ഇനി കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്. പ്ലേസ്മെന്റ് ഈസ് എയിംസ് ടു കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്. പ്ലേസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്, നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുന്നത്, നമ്മൾക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ്, നമ്മൾ പ്രതീക്ഷിച്ച ജോബ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇഫ് ആൻ എംപ്ലോയി ഈസ് പ്രോപ്പർലി പ്ലേസ്ഡ് ഇൻ ഹിസ് ജോബ് ഹി വർക്ക് വിത്ത് സീൽ ആൻഡ് ഹിസ് വർക്ക് പെർഫോമൻസ് ഇസ് ഹൈ. അദ്ദേഹം നല്ല എഫിഷ്യൻസിയോട് കൂടി തന്നെ വർക്ക് ചെയ്യും. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഹൈ പെർഫോമൻസ് ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. നമുക്ക് നല്ലൊരു കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ്മെന്റ് കണ്ടക്ട് ചെയ്താൽ നമുക്ക് എംപ്ലോയീസിന്റെ മോറൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം കുറയ്ക്കാൻ പറ്റും, ഇൻക്രീസ് എംപ്ലോയീസ് എഫിഷ്യൻസി. എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ എംപ്ലോയീസ് എല്ലാവരും, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇത്രയും ബെനിഫിറ്റ്സ് നമുക്കൊരു നല്ലൊരു പ്ലേസ്മെന്റിലൂടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പ്ലേസിലേക്ക് അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ക്ലിയർ ആണല്ലോ ബെനിഫിറ്റ്സ്. ലാസ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ട്. പ്ലേസ്മെന്റിനും അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. നമുക്കറിയാം പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. നീഡ്സ് ടു മാച്ച് ദ എംപ്ലോയി സ്കിൽ വിത്ത് ദ ജോബ് റിക്വയർമെന്റ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എംപ്ലോയീസ് റൈറ്റ് സ്കില്ലുള്ള എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. വേണ്ടിട്ടാ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ കേട്ടോ. അപ്പോ
It is need to match the employee skill with the job requirements. നമ്മുടെ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള എംപ്ലോയിയുടെ സ്കില്ലായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. ത്രൂ ദ HR മാനേജർ. ആരാണ് സാധാരണയായിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്? HR മാനേജറാണ്. Try to make it is justifiable and effective. Still few എഫക്റ്റീവ് ആണ്. അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ജോബിന് നമ്മൾ അസൈൻ ചെയ്യുന്നത്. സ്റ്റിൽ ഫ്യൂ പ്രോബ്ലംസ് അറൈസ്. എന്നിരുന്നാലും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. സം ഓഫ് ദ പ്രോബ്ലംസ് ആർ ഫോളോസ്. താഴെ പറയുന്നതാണ് കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ്. ഫസ്റ്റ് വരുന്ന മെയിൻ പ്രോബ്ലം ആണ് എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ. ദ മെയിൻ പ്രോബ്ലം ഓഫ് ദ പ്ലേസ്മെന്റ് ഈസ് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ വളരെ വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എംപ്ലോയീസ് ജനറലി എക്സ്പെക്ട് ഹൈ സാലറി. സാധാരണ എല്ലാവരും നമ്മൾ ഹൈ സാലറി, അതേപോലെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്, നമ്മുടെ ജോബിൽ വേറെ ആരും ഇന്റർഫിയർ ചെയ്യരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ എല്ലാ ജോബുകൾക്കും അങ്ങനെ പറ്റണമെന്നില്ല. എപ്പോഴും നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൺട്രോള്, അല്ലെങ്കിൽ ആ മാനേജറിന്റെ കീഴിലാണെങ്കിൽ ആ മാനേജറിന്റെ കൺട്രോള് ഈച്ച് ആൻഡ് എവരി ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നതിൽ ഉണ്ടാവും. The main problem of the placement is employees' expectation. Employees generally expect high salary, difficult task, and autonomy. And if their job does not fulfill their expectation, അപ്പോൾ ഇതൊക്കെയാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത് ജോബിൽ നിന്ന്. But they feel that they are the job which is not appropriate for them. അവർക്ക് അവരുടെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അവർക്കൊരു ഫീൽ ഉണ്ടാവും, ഞാൻ ഈ ഒരു ജോബ്, ഈ ജോബ് എനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ എന്റെ ക്വാളിഫിക്കേഷന് ആപ്റ്റ് ആയിട്ടുള്ള ജോബ് അല്ല ഇത് എന്നൊരു ഫീൽ തോന്നും. സോ ഓട്ടോമാറ്റിക്കലി അവർ ഈ ഒരു ജോബ് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മാനേജേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ആണ്. മാനേജേഴ്സ്, ഇത് എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഇനി മാനേജേഴ്സ്, നമ്മൾ എംപ്ലോയിയുടെ കപ്പാസിറ്റി സ്കിൽസിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, മാനേജർ എക്സ്പെക്ട് ചെയ്യും. HR മാനേജർ സംടൈം എക്സ്പെക്ട് more than the employee's capabilities or skill. നമ്മൾ എംപ്ലോയിയുടെ കേപ്പബിലിറ്റീസും സ്കിൽസും നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യും. He find that there is a mismatch between the employee and his work. അങ്ങനെ വരുമ്പോ നമ്മൾ എക്സ്ട്രാ, ഞാനിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു വ്യക്തിനെ എന്ത് ചെയ്തു, റിക്രൂട്ട് ചെയ്തു. എന്റെ എക്സ്പെക്ടേഷൻ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും പിന്നെ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോഴത്തെ കിട്ടിയ മാർക്ക് അനുസരിച്ച് ഐ എക്സ്പെക്ട് ദാറ്റ് ഹി വിൽ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ബട്ട് എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ടെക്നിക്കൽ സ്കിൽ ഇല്ല എന്നുള്ളത്. തിയറിറ്റിക്കൽ സ്കിൽ ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. സോ അവിടെ മിസ്മാച്ച് സംഭവിച്ചില്ലേ, എംപ്ലോയി അദ്ദേഹത്തിന്റെ വർക്കും തമ്മിൽ എന്തായി, മിസ്മാച്ച് സംഭവിച്ചു. ഹി ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ഹിസ് വർക്ക്. അങ്ങനെ വരുമ്പോൾ അവിടെ മിസ്മാച്ച് സംഭവിക്കും. ചേഞ്ചസ് ഇൻ ടെക്നോളജി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ ടൈപ്പ് റൈറ്റർ ആയിരുന്നു. അപ്പൊ ടൈപ്പ് റൈറ്റർ അറിയാവുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്തത്, റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു ഇന്നോവേഷൻ വന്ന് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ റിക്രൂട്ട് ചെയ്ത ആൾക്ക് എന്താ അറിയുള്ളൂ, ടൈപ്പ് റൈറ്റർ അറിയുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട ആളാരായി, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ നോളജ് ഉള്ള ആളെ വേണം. അപ്പൊ ഒന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും ഒരു മിസ്മാച്ച് സംഭവിക്കുകയാണ് അവിടെ. ടെക്നോളജി ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ടെക്നോളജി എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും വരുന്ന മാറ്റങ്ങളെയാണ്. ഡ്യൂ ടു ദിസ് ചേഞ്ചസ് ഡിസ്ക്രിപ്പൻസീസ് ദാറ്റ് ഈസ് മിസ്മാച്ച് ബിറ്റ്വീൻ ദ ജോബ് ആൻഡ് ദ എംപ്ലോയീസ്. അപ്പോൾ നമുക്ക് ആ മിസ്മാച്ച് സംഭവിക്കും. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ജോബ് എന്ത് ചെയ്യാൻ പറ്റിയ, നമ്മൾ ആ ഒരു പൊരുത്തക്കേടുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ജോബ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ആ ഒരു എംപ്ലോയിക്ക് ടൈപ്പ് റൈറ്റർ അറിയാവുന്ന, നമ്മൾ എല്ലാ സമയത്തും അഡ്വർടൈസ്മെന്റിലൊക്കെ കൊടുത്ത് ടൈപ്പ് റൈറ്റർ അറിയാവുന്ന ഒരു വ്യക്തിനെയാണ്. പക്ഷെ നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്തപ്പോ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്താണ്, ആ ഒരു കമ്പ്യൂട്ടർ മിസ്മാച്ച് സംഭവിച്ചു. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോ നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇന്നതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോ ഈ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു,
അപ്പോയിന്റ് ചെയ്യാം അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാണ് അഡ്വർടൈസ്മെന്റ് കൊടുത്തത്. അങ്ങനെ നമ്മൾ സെലക്ട് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തത്. അങ്ങനെ വരുമ്പോഴും എന്ത് വരും, മിസ്മാച്ച് സംഭവിക്കും. ഇനി changes in the organization structure. Organization structure and job are influenced by the business grand strategy such as downsizing, merge, acquisition, delayering, etc. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരും. എപ്പോഴൊക്കെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാറ്റം വരുന്നത്? മേ ബി നമ്മൾ അടച്ചു കൂട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ മെർജ് ചെയ്യുമ്പോൾ, രണ്ട് കമ്പനികൾ ഒരുമിച്ച് മെർജ് ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനീനെ മറ്റൊരു കമ്പനി അക്യൂർ ചെയ്യുമ്പോൾ, ഡീലെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്, കമ്പനിയുടെ ഓവറോൾ സ്ട്രക്ചറിൽ എന്ത് വരും, മിസ്മാച്ച് സംഭവിക്കും. അപ്പോ ഈ മാറ്റങ്ങൾ ജീവനക്കാരും അവന്റെ ജോലിയും തമ്മിൽ പെട്ടെന്ന് നമുക്ക് മിസ്മാച്ച്, നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ജോബ് ആയിരിക്കില്ല ന്യൂലി പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഓർഗനൈസേഷനിലെ ഹെഡുകൾ വരുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്തിരുന്ന ജോലികൾ തമ്മിൽ എന്ത് വരും, മിസ്മാച്ച് സംഭവിക്കും. ഇത്രയും പ്രശ്നങ്ങളാണ്. 4 പോയിന്റ് എന്തൊക്കെയായിരുന്നു? എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ, ഫസ്റ്റ് പറഞ്ഞത് എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻ ആണ്. എംപ്ലോയി എന്താണോ പ്രതീക്ഷിക്കുന്നത് അതല്ല നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്നെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാനേജറിന്റെ ഓവർ എക്സ്പെക്ടേഷൻ, അപ്പൊ മാനേജർ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യണം. ആ സിറ്റുവേഷനിൽ എംപ്ലോയീസും ആ ഒരു വർക്കും തമ്മിൽ മിസ്മാച്ച് സംഭവിക്കും. ചേഞ്ചസ് ഇൻ ടെക്നോളജി, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് എംപ്ലോയി ജോബ് തമ്മിൽ മിസ്മാച്ച് സംഭവിക്കും. ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മൾ അപ്പോയിന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കറക്റ്റ് ആയിരുന്നു, പിന്നീട് മാറ്റം സംഭവിച്ചു. അപ്പോഴും എന്താണ്, ആ ജോബും ആ എംപ്ലോയിയും തമ്മിൽ വീണ്ടും മിസ്മാച്ച് സംഭവിച്ചു. ആ 4 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയണോ? ആദ്യത്തേത് നമ്മളുടെ എക്സ്പെക്ടേഷനിൽ വരുന്ന മിസ്മാച്ച് ആണ്. നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്യുന്നു, എംപ്ലോയീസ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, പക്ഷെ നമുക്ക് അസൈൻ ചെയ്യുന്ന ജോബ്
നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ജോബ് അല്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല. സോ ദർ ഇസ് മിസ്മാച്ച് ബിറ്റ്വീൻ ജോബ് ആൻഡ് എംപ്ലോയി. പിന്നെ മാനേജർക്ക് വരുന്ന മിസ്മാച്ച് ആണ്. മാനേജർ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മൾ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് വിചാരിക്കും, പക്ഷെ നമ്മൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല, അപ്പോൾ മിസ്മാച്ച് സംഭവിക്കും. ദെൻ ചേഞ്ചസ് ഇൻ ടെക്നോളജി, നമ്മൾക്ക് അറിയാവുന്ന ടെക്നോളജിയിൽ വരുന്ന മാറ്റം. ആദ്യം നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ആപ്റ്റ് ആയിരുന്നു, പക്ഷേ ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നപ്പോൾ ആ ജോബ് നമ്മൾ ഓക്കെ അല്ലാണ്ടായി. ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആദ്യം പണ്ട് ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ എന്താ പറയാ നരച്ചറും അക്വസിഷനൊക്കെ മുമ്പ് മാച്ച് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് മിസ്മാച്ച് ആവും. റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സംടൈംസ് ചിലപ്പോ മിസ്മാച്ച് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. Mismatch sometimes is also due to social and psychological factors involved in teamwork and group formation. മേ ബി നമ്മൾ എപ്പോഴും മിസ്മാച്ച് സംഭവിക്കും. നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ മേ ബി നമുക്കത് അവരുടെ ഐഡിയാസ് ആയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ട് പോകില്ല. മേ ബി ഗ്രൂപ്പ് ഫോർമേഷന്റെ സമയത്ത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മേ ബി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരായിട്ട് മേ ബി ഒരു നമുക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിന്റെ ലീഡറിനെ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന പോയിന്റ്സിനോട് നമുക്ക് ഓക്കെ ആവില്ല. അങ്ങനെ വരുമ്പോഴും പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മേ ബി അതൊരു ഇപ്പൊ എന്താ പറയാ, എനിക്കിപ്പോ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ജൂനിയർ അല്ലെങ്കിൽ എന്നെക്കാളും ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിനെ ടീം ലീഡർ ആക്കി. സോ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലോട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇത്രയും എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാളെയാണല്ലോ ടീം ലീഡർ ആക്കിയത് എന്നൊരു ചിന്ത വരും. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് അവിടെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നേച്ചർ ഓഫ് വർക്ക് ജോബാണ്. അനദർ പ്രോബ്ലം വിത്ത് ദ പ്ലേസ്മെന്റ് ഈസ് ദാറ്റ് ദ ഫോക്കസ് ഈസ് ഓൺ ആൻഡ് ഇൻഡിവിജ്വൽ റാദർ ദാൻ ദ ജോബ്. ശരിക്കും പറഞ്ഞ പ്ലേസ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ജോബിനാണ്. ഇൻഡിവിജ്വലിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കും? ജോബിന് കൊടുക്കും. മോർ ഓഫ്റ്റൻ ദ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് വർക്ക് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ്. എന്നോട് ആ വർക്ക് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ കേൾക്കാറുള്ളതാണ്, എന്നോട് അസൈൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ, അങ്ങനെ വിചാരിക്കും. നമ്മളോട് എപ്പോഴും കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. അത് ചെയ്യുന്ന ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ മാത്രമായിരിക്കും നമ്മൾ ആ വർക്ക് ചെയ്യണത്. വീട്ടിലായാലും നിങ്ങളോട് എന്തെങ്കിലും വർക്ക് സ്വയമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അമ്മയൊക്കെ പറയുമ്പോ ആ വർക്ക് ചെയ്യുന്നു, അങ്ങനെയല്ലേ? അല്ലാതെ സ്വയം തോന്നിയിട്ട് ചെയ്യുന്നവരൊന്നും ഉണ്ടാവില്ലല്ലോ. മേ ബി ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്താണ്, നമ്മളോട് ഒരാള് ഇൻഫ്ലുവൻസ് ചെയ്യാൻ എപ്പോഴും വേണം. ഇന്ന വർക്ക് ചെയ്യണം കേട്ടോ, ഇന്ന വർക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്ന വർക്കാണ്. അപ്പൊ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യില്ല. The kind of job will determine whether the employee work with autonomy or is dependent on others. സാധാരണ എല്ലാവർക്കും അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ. ചിലർക്ക് ഓട്ടോണമി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ചിലവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിരിക്കും. അപ്പോഴും അവിടെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. There are 3 types of job in this content are as follows. ഇത് പ്രകാരം നമ്മുടെ ജോബിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ജോബ്, സീക്വൻഷ്യൽ ജോബ്, പൂൾഡ് ജോബ്. Okay, independent job, sequence job, pooled job. In certain case, job are independent. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, പോസ്റ്റൽ സർവീസ്. മേ ബി പോസ്റ്റൽ സർവീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ്ലി നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും. അഡ്രസ് കണ്ടുപിടുത്തണം, ലെറ്റർ കൊണ്ട് കൊടുക്കണം. ദെൻ ഫീൽഡ് സെയിൽ, നമ്മൾ എന്താ പറയാ ഡോർ ടു ഡോർ സെയിൽ ഉണ്ടല്ലോ, ആ സെയിലിന്റെ ഒക്കെ സമയത്ത് നമ്മൾ തന്നെയായിരിക്കണം വീടുകൾ കണ്ടെത്തുക, കസ്റ്റമേഴ്സിനെ കണ്ടെത്തി ആ പ്രോഡക്റ്റ് അവർക്ക് വാങ്ങിപ്പിക്കണം. In such condition, the activity of one worker
do not depend on the activities of other worker. ഈ ഒരു കേസിൽ ഒരു ആളുടെ വർക്ക് മറ്റൊരാളുടെ വർക്കായിട്ട് എന്ത് ചെയ്യുന്നില്ല, നോട്ട് ഡിപ്പെൻഡ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. This problem of placement is simple as the solution for it have been developed. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം സിമ്പിൾ ആണ്. പ്ലേസ്മെന്റ് പ്രോബ്ലം എ സൊല്യൂഷൻ ഇസ് ടു ബി ഹാവ് ബീൻ ഡെവലപ്ഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായ സൊല്യൂഷൻസ് ആര് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പുതിയ ഏത് മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ തന്നെ സ്വയമേ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഡിപെൻഡന്റ് ജോബ് ആണെങ്കിൽ. ഇനി സീക്വൻഷ്യൽ ജോബ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻ ദിസ് കാറ്റഗറി എ വർക്കർ ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ വർക്കേഴ്സ് ടു ഡു ദിസ് ജോബ്. അദ്ദേഹം ആ വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അസംബ്ലി ലൈൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സീക്വൻഷ്യൽ ജോബ്. ഈ ചില പ്രൊഡക്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്തേ, പ്രൊഡക്റ്റ് വരുന്നു, അത് ചെക്ക് വെരിഫൈ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. അപ്പൊ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ പാക്ക് ചെയ്യാൻ നിൽക്കണ്ടാവും, അത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് സീക്വൻഷ്യൽ ജോബ് എന്ന് പറയുന്നത്. ഒരു സീക്വൻസിലൂടെ ആയിരിക്കും ആ ഒരു ജോബ് പോകുന്നത്. അപ്പൊ ആ ഒരു സീക്വൻസിലുള്ള എല്ലാ എംപ്ലോയീസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് എംപ്ലോയിക്ക് ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പൂൾഡ് ഹൈ ഇൻഡിപെൻഡൻസ് ആണ് പ്രസന്റ് എമംഗ് ദ ആക്ടിവിറ്റീസ് വെൻ ദ ജോബ്സ് ആർ പൂൾഡ്. ഇതിന് ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് കൊടുക്കും, ഫുൾ നമ്മൾ ഫ്രീഡം നമുക്ക് അവർക്ക് അലോ ചെയ്യും. ദ എൻഡ് റിസൾട്ട് ഈസ് ദ ജോയിന്റ് എഫേർട്ട് ഓൾ ദ വർക്കേഴ്സ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ഓരോ വർക്ക് ചെയ്യുകയാണെങ്കിലും എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ടീം റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ടീം എഫേർട്ടിന്റെ ഫലമായിരിക്കും എന്ത് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ടീം വർക്ക് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ സച്ച് ജോബ്. ഇങ്ങനത്തെ ജോബുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ടീം വർക്കാണ്. ഇപ്പൊ മേ ബി നമ്മുടെ ടീമിൽ ഒരാൾ വീക്കാണ്, അയാൾ ആ വർക്ക് ചെയ്തില്ല, പക്ഷെ നമ്മൾ ടീം മെമ്പർ ആണ് എന്നുള്ള ഫീലിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ആ ഒരു ജോബും കൂടി നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യം എന്ന് വിചാരിക്കും, എച്ച് ആർ എമ്മിന്റെ ഒരു കോഴ്സ് ഏതൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കിയുള്ള 2 ടീച്ചേഴ്സിന് കംപ്ലീറ്റ് ചെയ്യും. സോ ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്റർ ഷെയർ ചെയ്ത് 3 പേരും കൂടി ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് തരും. അവിടെ ഒരു ടീം വർക്കാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് എക്സാമ്പിൾസ്. ഇവര് പറയുന്ന എക്സാമ്പിൾ ഓഫ് പൂൾ ജോബ് ആർ പ്രൊജക്ട് ടീം, ടെമ്പററി ടാസ്ക് ഫോഴ്സ് ആൻഡ് അസംബ്ലി ടീം. അത് പ്രൊജക്ട്, നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യണതോ ടെമ്പററി ടാസ്ക് ഫോഴ്സോ നമുക്ക് എന്തെങ്കിലും ടാസ്കുകൾ തന്നിട്ടുണ്ടാവും, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ ടീം സ്പിരിറ്റ് ആയിട്ട് ടീമായിട്ടായിരിക്കും നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നത്. അസംബ്ലി ടീം, ആ ഒരു ടീമായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അക്കാഡമിക് ടീം, ഞങ്ങളുടെ ഇവിടെ തന്നെ ടീമുകളുണ്ട്, ടീം വർക്ക് ഉണ്ട്. അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ ടീം എന്നാണ് നമ്മളുടെ ബ്രാഞ്ചിന് പറയുന്ന പേര്. അപ്പോൾ ഇവിടെയാണ് അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ ഓൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ടീമിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ അക്കാഡമിക് ടീമിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയാലും ടെക്നിക്കൽ ടീമിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അത് ഹോൾ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും ആണ് ഹോൾ റെസ്പോൺസിബിലിറ്റി. ഇവിടെ ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരു ക്ലാസ് എടുക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ടെക്നിക്കൽ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്മാർട്ട് സ്ട്രീറ്റ് ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് പോകുന്നുണ്ട്, പ്രോപ്പർ ആണ്, ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് എഫേർട്ടിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ട്, അതും ടെക്നിക്കൽ ടീമിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ചൊരു വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂൾഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കാണ്. ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, നെക്സ്റ്റ് ഒരു കുട്ടി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു വ്യക്തി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഫാക്ടേഴ്സ്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പക്ഷേ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ടീം വർക്കാണ്. ദാറ്റ്സ് മീൻസ് പൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഓരോ വ്യക്തികളും ഓരോ വർക്ക് ചെയ്യുന്നത്, ബട്ട് നമ്മൾ ഹോളി നോക്കുമ്പോൾ ടോട്ടലി നമുക്കത് മനസ്സിലാവും, ആ റിസൾട്ട് നമുക്ക് ടോട്ടലി മനസ്സിലാവും. ഇത്രയുമാണ് പ്രോബ്ലംസിൽ പറയുന്നത്. ഇതോടെ നമ്മുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഒത്തിരി നാളായല്ലേ ഈ ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്തിട്ട്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തോന്നിയോ ഇത്രയും വലിയ ചാപ്റ്റർ ആണെന്ന്? പ്രതികരണം ഇല്ലാലോ.
ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് തീരാറായോ? ഓക്കെ, അറിയോ? ഓക്കെ, അപ്പൊ ഇനി എനിക്കൊരു ചാപ്റ്ററും കൂടി ഉണ്ട്, ടാലന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 4 ആണ് ടാലന്റ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. എക്സാം എന്തായാലും നമുക്ക് ഇൻഫർമേഷൻ വിടും. നമ്മുടെ പോർഷൻസ് തീർന്നിട്ടായിരിക്കും എന്തായാലും. പോർഷൻസ് തീരുന്നതനുസരിച്ചിരിക്കും ഇവിടെ. പോർഷൻസ് നേരത്തെ തീരാണെങ്കിൽ നമ്മളുടെ എക്സാം നേരത്തെ വരും, അല്ലെങ്കിൽ പോർഷൻസ് പഠിക്കാൻ ടൈം ഉണ്ടാവില്ലേ? സ്റ്റഡി ലീവ് ഉണ്ടാവും കേട്ടോ. 1 വീക്കെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരും. അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നോക്കാം കേട്ടോ. മേ ബി എന്തെങ്കിലും എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും മോക്ക് ടെസ്റ്റിലുള്ള പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മോക്ക് ടെസ്റ്റിലെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ചോദിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ കേട്ടോ. അപ്പോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.